പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കിട്ടിയിരിക്കുന്ന പരാതിയടക്കം ഒട്ടേറെ പരാതികൾ ഇതിനകം തന്നെ സ്പെഷ്യൽ അന്വേഷണ സംഘത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെയാണ് അടുത്തിടെ മാധ്യമങ്ങളിൽ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിച്ചു വരാം. സോണിയ തിലകൻ്റെ മകൾ മാധ്യമങ്ങളിൽ വന്ന് നടത്തിയ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യം നടത്തിയ പ്രതികരണങ്ങളിലൊന്ന് തിലകൻ്റെ മകൾ സോണിയ തിലകൻ്റേതായിരുന്നു. സോണിയ തിലകൻ പറഞ്ഞത്, അച്ഛനെ AMMയിൽ നിന്ന് പുറത്താക്കിയതിൽ മകളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ഒരു പ്രമുഖ നടൻ മുറിയിലേക്ക് ക്ഷണിച്ചു. ആരാണ് എന്നുള്ളത് പേര് ഇപ്പോഴും സോണിയ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പുറത്തു വന്ന ആദ്യത്തെ ആരോപണം. തിലകൻ്റെ മകൾ സോണിയ തിലകൻ പറയുന്നു. എന്നാൽ ഇതാരാണ് എന്ന് നമ്മൾ പലതവണ ചോദിച്ചു. പക്ഷേ അത് പേര് പറയാൻ അവർ തയ്യാറായിട്ടില്ല. വളരെ മോശമായിട്ടാണ് പെരുമാറിയത്, മുറിയിലേക്ക് വരണം, തൻ അച്ഛനോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം മാപ്പ് അപേക്ഷിക്കുന്നു, അത് പറയാൻ വേണ്ടി കൂടിയാണ് താങ്കളെ ക്ഷണിക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്നാണ് സോണിയ തിലകൻ പറഞ്ഞത്. ഉഷാ ഹസീന മറ്റൊരു നടി, കിരീടത്തിലേക്ക് മോഹൻലാലിൻ്റെ സഹോദരിയായി അഭിനയിച്ച നടിയാണ്. സംവിധായകൻ മുറിയിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു. പിതാവിനെ കൂട്ടിയാണ് പോയത്. ഇതോടെ പിറ്റേന്ന് സെറ്റിൽ അഭിനയം മോശമാണെന്ന് പറഞ്ഞ് അപമാനിച്ചു. താൻ അയാളെ ചെരുപ്പൂരി അടിക്കാൻ ചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം തന്നെ ഉഷാ ഹസീന മറ്റൊരു ആരോപണവുമായി കൂടി രംഗത്ത് വന്നു. സംവിധായകൻ തുളസീദാസിനെതിരെയായിരുന്നു ഉഷാ ഹസീനയുടെ ആരോപണം. ഉഷാ ഹസീന തുടർച്ചയായി 2 ആരോപണങ്ങൾ ഈ തുളസീദാസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. തുളസീദാസ് അത് പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച സംവിധായകൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2 സംവിധായകർക്കെതിരെ ഉഷാ ഹസീന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രതികരണം വന്നത് ബംഗാളി നടിയിൽ നിന്നാണ്. നമുക്കിപ്പോൾ പേര് പറയാൻ കഴിയില്ല. ആ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ സംവിധായകൻ രഞ്ജിത്ത് വളകളിൽ തൊടുന്ന ഭാവത്തിൽ തുടങ്ങി മുടിയിൽ തലോടി കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു. ഉടനെ മുറിയിൽ നിന്നിറങ്ങി സിനിമയിൽ അഭിനയിക്കാതെ മടങ്ങി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു സാക്ഷി കൂടിയുണ്ട്. അത് തിരക്കഥാകൃത്തായ ജോഷി ജോസഫാണ്. പക്ഷേ സംഭവം നടന്നിരിക്കുന്നത് 15 വർഷം മുമ്പാണ്, 2009-ലാണ്. രഞ്ജിത്തിനെതിരെയായിരുന്നു ഈ ആരോപണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ഒടുവിൽ രഞ്ജിത്തിന് ഒഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. രഞ്ജിത്തിനെതിരെ എറണാകുളം പോലീസിലേക്ക് ഇമെയിൽ വഴിയായി ഈ ബംഗാളി നടി പരാതിയും നൽകി. നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ അന്ന് 2009 നിലവിലുണ്ടായിരുന്നത് IPC 384 ഇന്നിപ്പോൾ അത് ഭാരത ന്യായ സംഹിതയിൽ 75 സെക്ഷനാണ്. അന്നത്തെ IPC 354 അനുസരിച്ച് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കേസായിട്ടാണ് രഞ്ജിത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ബംഗാളി നടി ആദ്യം പറഞ്ഞത് താൻ ആവശ്യപ്പെടുന്നത് രഞ്ജിത്തിൽ നിന്ന് രാജിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, മാപ്പ് പറയണം എന്നാണ്. പക്ഷേ രഞ്ജിത്ത് മാപ്പ് പറയാൻ തയ്യാറായിരുന്നില്ല. അർത്ഥസത്യം മാത്രമാണ് ബംഗാളി നടി പറഞ്ഞത് എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ഇതിൽ പ്രകോപിതയായിട്ടാണ് ഒടുവിൽ ബംഗാളി നടി ഇപ്പോൾ പോലീസിൽ കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നതും ഇമെയിൽ വഴി കേസ് കൈമാറിയിരിക്കുന്നതും. മറ്റൊരു അതിജീവിതയാണ്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ട നടൻ സിദ്ദിഖ് മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു. പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല, കാരണം കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണ്. അന്ന് എനിക്ക് 21 വയസ്സായിരുന്നു. 2019 ഇക്കാര്യം തുറന്നു പറഞ്ഞതിനാൽ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു എന്നാണ്. നടനും താരസംഘടനയായ AMMയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെയായിരുന്നു ഈ നടിയുടെ വെളിപ്പെടുത്തൽ. നടിയുടെ തുടർച്ചയായിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ ഒടുവിൽ സിദ്ദിഖിന് മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. സിദ്ദിഖ് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. സിദ്ദിഖിനെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ ഈ യുവനടി വകുപ്പുകൾ IPC 376, 506 എന്നീ 2 ഗുരുതര വകുപ്പുകളാണ് ഈ സിദ്ദിഖിനെതിരെ ഈ നടിയുടെ പരാതിയിൽ പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ആ കേസാണ് ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് മസ്കറ്റ് ഹോട്ടലിലാണ്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഒരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ് വന്ന് റൂമിലേക്ക് തന്നെ ക്ഷണിക്കുകയും ആ റൂമിൽ വെച്ച് അതിക്രൂരമായി തന്നെ ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. അക്രമത്തിന് ശേഷം നടൻ സിദ്ദിഖ് മീനും തൈരും കൂട്ടി ഭക്ഷണം തൻ്റെ മുന്നിൽ നിന്ന് കഴിച്ചുവെന്നും അങ്ങനെ കഴിക്കുന്ന സാഹചര്യത്തിൽ വിരുദ്ധാഹാരം എനിക്കിഷ്ടമാണ് എന്ന് ഒരു അശ്ലീല ധ്വനി ഉണ്ടാവുന്ന രീതിയിൽ സംസാരിച്ചു എന്നുമാണ് ഈ നടിയുടെ പരാതി. ആ നടിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്. മറ്റൊന്ന്, റിയാസ് ഖാൻ രാത്രി വിളിച്ച് ഈ ലൈംഗിക വൃത്തി ഇഷ്ടമാണോ, അത് ചെയ്യാനുണ്ടോ, ഏതൊക്കെ പൊസിഷനാണ് ഇഷ്ടം എന്നിങ്ങനെ മ്ലേച്ഛമായി സംസാരിച്ചു എന്ന് പറയുന്നു. റിയാസ് ഖാനെതിരെ 354, 354, 354B എന്നീ വകുപ്പുകൾ നിലനിൽക്കും. പക്ഷേ റിയാസ് ഖാനെതിരെ പരാതി നൽകിയിട്ടില്ല ഇതുവരെയും രേവതി സമ്പത്ത്. അതുകൊണ്ടാണ് നമുക്ക് രേവതി സമ്പത്തിൻ്റെ പേര് പറയാൻ കഴിയുക. ദിവ്യ ഗോപിനാഥ്
മറ്റൊരു നടിയാണ്. മോശമായി പെരുമാറിയ നടൻ അലൻസിയർക്കെതിരെ AMMയിൽ പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല. തനിക്ക് സിനിമകളില്ലാതെയായി, ആരോപണ വിധേയന അവസരങ്ങളും അവാർഡും ലഭിച്ചു എന്നാണ് ദിവ്യ ഗോപിനാഥ് പറഞ്ഞത്. പക്ഷേ ദിവ്യ ഗോപിനാഥ് AMMയ്ക്ക് പരാതി നൽകിയിട്ടും AMM പരാതി കാര്യമായി എടുത്തില്ല എന്നും മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ AMM തന്നെ പറയുന്നത് ഇത്തരം പരാതികളൊന്നും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു ഗുരുതരമായ വീഴ്ച AMMയ്ക്ക് സംഭവിച്ചു. ഒന്നുകിൽ പരാതി കിട്ടിയാൽ അത് കിട്ടിയെന്ന് പറയുക, പക്ഷേ ഇത്തരം പരാതികളൊന്നും AMMയിലെ അംഗങ്ങൾക്കെതിരെയോ AMMയിലെ അംഗങ്ങളോ ഉയർത്തുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് AMMയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇപ്പോൾ പിരിച്ചുവിടപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്തത്. അത് പക്ഷേ നിർഭാഗ്യകരമായി പോയി. അവിടെ ദിവ്യ ഗോപിനാഥ് കൊടുത്ത പരാതി നിലവിലിരിക്കെയാണ് AMM ഇങ്ങനൊരു നിലപാടെടുത്തത്. അലൻസിയറിനെതിരെയായിരുന്നു ദിവ്യ ഗോപിനാഥിൻ്റെ വെളിപ്പെടുത്തലുകൾ. ഒടുവിൽ അലൻസിയർ മാപ്പ് പറഞ്ഞെങ്കിലും പിന്നീട് അവാർഡ് നിശയിൽ വെച്ച് സ്ത്രീ അവാർഡ് പ്രതിമ ഉണ്ടല്ലോ, അത് ഉയർത്തിക്കാട്ടിയിട്ട് ഇത് തന്നെ പ്രലോഭിപ്പിക്കല്ലേ എന്ന വളരെ പ്രകോപനപരമായൊരു പ്രസംഗം കൂടി അന്ന് അലൻസിയർ നടത്തി. സാധ്യതയുള്ള വകുപ്പുകൾ IPC 354, IPC 354A, IPC 354B എന്നിവയാണ്. കാരണം ഇത് നടന്നിരിക്കുന്നത് BNS വരുന്നതിന് മുൻപാണ്. സോണിയ മൽഹാർ എന്ന നടി 2013 തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ ശുചിമുറിയിൽ നിന്ന് മടങ്ങുമ്പോൾ പ്രമുഖ നടൻ കയറിപ്പിടിച്ചു, എതിർത്തപ്പോൾ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു എന്നുകൂടി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ആ പ്രമുഖ നടൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേര് ഇതുവരെ സോണിയ മൽഹാർ പറഞ്ഞിട്ടില്ല. ഒരു സൂപ്പർ സ്റ്റാറാണ്, ഒരു ജൂനിയർ സൂപ്പർ സ്റ്റാറാണ് എന്നാണ് സോണിയ മൽഹാർ പറഞ്ഞിരിക്കുന്നത്. സാധ്യതയുള്ള വകുപ്പുകൾ IPC 354, 354A, 354B എന്നിങ്ങനെ വകുപ്പുകളാണ്. വീണ്ടും ടെസ് ജോസഫിൻ്റെ ഒരു പ്രതികരണമുണ്ടായിരുന്നു. ടെസ് ജോസഫ് കാസ്റ്റിംഗ് ഡയറക്ടറാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മീര നായരുടേതടക്കം ഒരുപാട് സിനിമകളിൽ കാസ്റ്റിംഗ് ഡയറക്ടറായി ജോലി ചെയ്തയാളാണ് ടെസ് ജോസഫ്. TV റിയാലിറ്റി ഷോയുടെ ഷൂട്ടിങ്ങിനിടെ നടനും MLAയുമായ മുകേഷ് ചെന്നൈയിലെ ഹോട്ടലിൽ മോശമായി പെരുമാറിയെന്ന 2018 വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ടെസ് ജോസഫ് വീണ്ടും വെളിപ്പെടുത്തുകയായിരുന്നു. മുകേഷ് എതിരെയായിരുന്നു ആരോപണം. സാധ്യതയുള്ള വകുപ്പുകൾ IPC 354, 354 അങ്ങനെ പുറത്തു വന്നിരിക്കുന്ന മൊഴികളിൽ ടെസ് ജോസഫിൻ്റെ കാസ്റ്റ് ഡയറക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞത് ടെസ് ജോസഫിൻ്റെ മൊഴിയാണ്. ടെസ് ജോസഫ് നേരത്തെ 2022 തന്നെ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് മുകേഷ് സ്വീകരിച്ച നിലപാട് എനിക്ക് ഓർമ്മയില്ല എന്നായിരുന്നു. TV റിയാലിറ്റി ഷോയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് നടനും MLAയുമായ മുകേഷ് ചെന്നൈയിലെ ഹോട്ടലിൽ മോശമായി പെരുമാറിയതെന്ന് 2018 2018 തന്നെ വെളിപ്പെടുത്തി. പിന്നീട് തിരഞ്ഞെടുപ്പ് സമയത്തും ഇത് ചർച്ചയായി. പക്ഷേ അപ്പോൾ രാഷ്ട്രീയ പ്രതിരോധമാണ് മുകേഷ് തീർത്തത്. എന്നാൽ അത് വീണ്ടും ടെസ് ജോസഫ് ഇപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴും ആദ്യഘട്ടത്തിൽ മുകേഷ് സ്വീകരിച്ചത് രാഷ്ട്രീയ പ്രതിരോധമാണ്. കൊടിയുടെ അടയാളം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു CPM MLA ആണ്, അതുകൊണ്ടല്ലേ ഈ ആരോപണം ഇപ്പോഴും ഉയരുന്നത് എന്നാണ്. പക്ഷേ ഈ ടെസ് ജോസഫിനെ സംബന്ധിച്ച് വ്യക്തമായ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുള്ളതായി നമുക്കറിയില്ല. മാത്രമല്ല അവരതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നോൺ പൊളിറ്റിക്കലായിരിക്കാം, പക്ഷേ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നയാളല്ല ടെസ് ജോസഫ്. ഇന്റർനാഷണലി അക്ലെയിംഡ് ആയ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. മുകേഷിനെതിരെ ടെസ് ജോസഫ് ഇനി പോലീസിൽ പരാതി നൽകിയാൽ ചുമത്താവുന്ന വകുപ്പുകൾ IPC 354, 354A, 354B. മറ്റൊരു അതിജീവിത വന്ന് ഒരു വലിയ ലിസ്റ്റുമായിട്ടാണ് വന്നത്. ആ അതിജീവിത പേര് പറയാമെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പേര് പറയാം. മിനു മുനീറാണ്. നടന്മാരായ ജയസൂര്യ, ഇടവേള ബാബു, മുകേഷ്, മണിയൻ പിള്ള രാജു എന്നിവർ മോശമായി പെരുമാറി. AMMയിൽ അംഗത്വം ലഭിക്കാൻ ഒത്തുതീർപ്പിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ജയസൂര്യ എന്ന നടൻ വളരെ മോശമായി പ്രവർത്തിച്ചു. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, സിനിമാ പ്രവർത്തകരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ഈ നടി ആരോപണം ഉന്നയിച്ചു. ഈ 7 പേർക്കെതിരെ അവർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതികൾ പോലീസിലുണ്ട്. അതേസമയം ഇടവേള ബാബു ഈ പരാതിക്കെതിരെയും പോലീസിനെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. IPC 354, IPC 354A, 354B എന്നീ വകുപ്പുകളാണ് ഈ അതിജീവിതയുടെ പരാതിയിന്മേൽ പോലീസ് എടുക്കാൻ സാധ്യതയുള്ളത്. ഗീതാ വിജയനാണ് മറ്റൊരു വെളിപ്പെടുത്തലുമായി വന്ന നടി. 1991 ചാഞ്ചാട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ സംവിധായകൻ തുളസീദാസ് മോശമായി പെരുമാറി. പ്രതികരിച്ചതിൻ്റെ പേരിൽ സിനിമയിൽ അവസരം നഷ്ടമായി എന്ന് ഗീതാ വിജയൻ പറയുന്നു. തുളസീദാസിൻ്റെ എതിരെയുള്ള ആരോപണത്തിൽ IPC 354, 354A, 354B എന്നീ വകുപ്പുകളാണ് വരിക. ജൂനിയർ ആർട്ടിസ്റ്റ് വീണ്ടും ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. നടൻ ബാബുരാജ് ആലുവയിലെ വീട്ടിലേക്ക് വിളിപ്പിച്ച് ശാരീരികമായി ഉപദ്രവിച്ചു. ശ്രീകുമാർ മേനോനെതിരെയും ആരോപണം. പക്ഷേ ആരോപണം പൊളിഞ്ഞുപോയി. ബാബുരാജ് വന്ന് നമ്മുടെ ചാനലിൽ തന്നെ വന്ന് പറഞ്ഞു, ഇവരവരുടെ റിസോർട്ടിലെ ജീവനക്കാരിയാണ്, സിനിമയുമായി ഒരു ബന്ധവുമില്ല, നമ്മൾ തന്നെ നേരിട്ട് അവരുമായി സംസാരിച്ചു, ആ ആരോപണം കെട്ടിച്ചമച്ചതാണോ എന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. യുവ കഥാകാരി സംവിധായകൻ VK പ്രകാശ് കഥ കേൾക്കാനെന്ന പേരിൽ വിളിച്ചു വരുത്തി മോശമായി പെരുമാറി. ദേഹത്ത് സ്പർശിക്കാനും
പിടിക്കാനും ചുംബിക്കാനും ശ്രമിച്ചു. എങ്ങനെയോ ബുദ്ധിമുട്ടിയാണ് കൊല്ലത്തെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോഴേക്കും ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ വി കെ പ്രകാശ് ഇട്ട് നൽകുകയും ചെയ്തു. ഇപ്പോൾ വി കെ പ്രകാശിനെതിരെ ഈ കഥാകൃത്ത് പരാതി നൽകിയിട്ടുണ്ട്. IPC 354, 354A, 354B. ഈ പരാതിയെ തുടർന്ന് സംവിധായികയായ ശ്രുതി ശരണ്യം തൻ്റെ സിനിമയിൽ ചിത്രീകരിച്ച ഒരു രംഗം സമാനമായ ഒരു അനുഭവത്തിൻ്റെ തുടർച്ചയാണ് എന്നും ഫേസ്ബുക്കിൽ കുറിച്ചു. ശ്രീദേവിക പ്രശസ്തയ നടി അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ പേരാണ്. സംവിധായകൻ തുളസീദാസ് നിരന്തരം കഥയിൽ മുട്ടിയപ്പോൾ മറ്റൊരു മുറിയിലേക്ക് താമസം മാറിയാണ് രക്ഷപ്പെട്ടതെന്നും ദുരനുഭവം ഉണ്ടായത് അവൻ ചാണ്ടിയുടെ മകൻ എന്ന സിനിമയുടെ സെറ്റിലാണെന്നും പറയുന്നു. തുളസീദാസിനെതിരെ ശ്രീദേവിക പരാതിയിൽ ഉറച്ചു നിന്നാൽ സാധ്യതയുള്ള വകുപ്പുകൾ IPC 354, 354A, 354B എന്നിവയാണ്. ഇതിലെ സന്ധ്യ എന്ന് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് കൂടി വന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ലെങ്കിൽ വേഷം ലഭിക്കില്ല എന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു എന്ന് പറയുന്ന ഒരു താരം ഫോണിലൂടെ പറഞ്ഞു. മുകേഷ് തൻ്റെ സുഹൃത്തായ നടിയുടെ അമ്മയുടെ വീട്ടിലെത്തി മോശമായി പെരുമാറിയെന്നും ഇന്നലെ സന്ധ്യയുടെ വെളിപ്പെടുത്തലുണ്ടായി. സാധ്യതയുള്ള വകുപ്പുകൾ IPC 354, 354A, 354B എന്നീ വകുപ്പുകളാണ്. അപ്പോൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ പറയേണ്ട കാര്യമുണ്ട്, ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും പല ആരോപണങ്ങളും വ്യാജ ആരോപണങ്ങളുമായും രംഗത്തുണ്ട്. ഇതിൻ്റെ പേരിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്, ബ്ലാക്ക് മെയിൽ നടത്താൻ ശ്രമിക്കുന്നവരുണ്ട്, ഹണി ട്രാപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുണ്ട്. അവരുടെ ഒന്നും ആരോപണങ്ങൾ റിപ്പോർട്ടഡ് TV-യിലൂടെ പ്രേക്ഷകർ കാണില്ല. അതുകൊണ്ട് നമ്മളുടെ എഡിറ്റോറിയൽ ടീം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ആർക്കെങ്കിലും എതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം തുടർച്ചയായി ഒരു ദിവസം 10-12 വെളിപ്പെടുത്തലുകളുടെ ഫോൺ കോളുകളാണ് വരുന്നത്. പക്ഷേ നമുക്കതെല്ലാം ഏറിയാൻ കഴിയില്ല. അതിൻ്റെ കാരണം അതുന്നയിക്കുന്നവരുടെ ക്രെഡിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ബാബുരാജിനെതിരെ ഒരു കക്ഷി വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ശരിയാണ്, അവർ ഏതോ ഒരു സിനിമയിൽ ഒരു മുഖം കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊരുത്തക്കേടുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചവരെ ലൈവിൽ തന്നെ ആ ചോദ്യങ്ങൾ ചോദിച്ചു. അവർക്ക് പക്ഷേ പിടിച്ചു തീർക്കാൻ കഴിയാതെ പോയി. അതാണ് നമ്മൾ കണ്ട കാഴ്ച. അപ്പോൾ ഇതേപോലെ ആളുകൾ ഉണ്ടാവും. അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വരിക, ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമാണ്. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ല, ആർക്കും എന്തും വന്ന് വിളിച്ചു പറയാവുന്ന ഒരു മൗത്ത് പീസ് അല്ല റിപ്പോർട്ടർ TV-യുടേത് എന്നൊരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ തുടർച്ചയായി കേൾക്കേണ്ടി വരുന്നതിലെ ബുദ്ധിമുട്ട്, പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുള്ള ബുദ്ധിമുട്ട് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ പുറം ലോകം അറിയേണ്ടതാണ്. ഒരു ഉടച്ചുവാർക്കൽ വേണം. ഈ നോയിസിനിടയിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുള്ളത് ഈ സാഹചര്യത്തിൽ മാത്രമാണ്. അത്തരം സാധ്യതകളിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത്. റീക്രിയേറ്റ് ചെയ്യണം, റീബിൽഡ് ചെയ്യണം, ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകണം.